ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്, ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓഗസ്റ്റിൽ CSEBയുടെ എക്സാം വരുന്നുണ്ടല്ലേ, ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാം വരുന്നുണ്ട് ഓഗസ്റ്റിലാണ്. അപ്പോൾ അതിലെ സിലബസിലുള്ളൊരു പാർട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മളതാണ് നോക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു പേപ്പറിൽ വരുന്ന പാർട്ടാണിത്. BCom പഠിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന അവർക്കും ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കോസ്റ്റ്, ആദ്യമേ കുറച്ച് ടേമുകളാണ് പറയുന്നത്. കോസ്റ്റ്, എക്സ്പെൻസ്, ലോസ്, എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് ആ ടേമുകൾ നമുക്ക് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും പറയുന്നുണ്ട്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും പറയുന്നുണ്ട്. പിന്നെ കോസ്റ്റിംഗ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ. പിന്നെയോ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, പർപ്പസ്, നീഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ടേമിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോസ്റ്റാണ്. കോസ്റ്റ് ഈസ് ദി ടോട്ടൽ ഓഫ് എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ചിലവെന്ന് പറയും അല്ലേ. നമുക്കുണ്ടായ ചിലവ് അല്ലേ, നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ടായി എന്ന് പറയും. അതായത് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു സർവീസ് നമ്മൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്തോ നമുക്കുണ്ടാകുന്ന ടോട്ടൽ ഓഫ് എക്സ്പെൻസസ്, നമുക്കുണ്ടായ എല്ലാ ചിലവുകളെയും കൂടി നമുക്ക് ഒരുമിച്ച് അല്ലേ, നമുക്കുണ്ടായ എക്സ്പെൻസസുകൾ, ആ ടോട്ടൽ എക്സ്പെൻസസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, it represents the resources that have been sacrificed to attain a particular objective. അല്ലേ, അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് നമുക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്തു, ആ റിസോഴ്സസുകളെ മൊത്തത്തിൽ നമുക്ക് എന്താ കോസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ടോട്ടൽ ഓഫ് എക്സ്പെൻസസ് ആണ്, അതായത് ഒരു സർവീസ് റെൻഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴുണ്ടായ ടോട്ടൽ എക്സ്പെൻസസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. എവരി ബിസിനസ് കൺസേൺ വെദർ എൻഗേജ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് ഓഫ് സർവീസസ് ഹാസ് ടു എൻക്വയർ എക്സ്പെൻസ് ഓൺ മെനി തിങ്സ്. ഇപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും അവിടെ എന്തുണ്ടാകാം അല്ലേ, സാധനങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴോ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ എന്തുണ്ടാകും, കോസ്റ്റ് ഉണ്ടാവും അല്ലേ. ഇപ്പോഴൊരു ഡെഫിനിഷൻ പറയാണ്. ICMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്, അതാണ് ICMA ലണ്ടൻ ഈ കോസ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ടേം കോസ്റ്റ് ആസ് മെഷർമെൻറ്റ് ഇൻ മോണിറ്ററി ടേംസ് of the amount of resources used for the purpose of production of goods or rendering services. യൂണിവേഴ്സിറ്റി എക്സാംസിന് ഡിഫൈൻ കോസ്റ്റ് ചോദിച്ചാൽ നമുക്ക് ഈ ഡെഫിനിഷൻ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ICMA പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കോസ്റ്റ്. അതായത് ഇപ്പോൾ സർവീസ് റെൻഡറിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന മോണിറ്ററി ടേമിലുള്ള ആ ഒരു മെഷർമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അതാണ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് ടേമാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ expense is that portion of the cost which has been consumed during the current accounting period and has contributed something to the revenue. ഇപ്പോൾ കോസ്റ്റും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ തന്നെ ഒരു പോർഷനാണ്, മനസ്സിലായില്ലേ. ടോട്ടൽ എക്സ്പെൻസസിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയും അല്ലെ. ആ കോസ്റ്റിലെ ഒരു പോർഷനാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ കൺസ്യൂം ചെയ്തിട്ടുള്ള അല്ലെ, ഇപ്പം നമുക്ക് റവന്യൂ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴെന്തൊക്കെയാണോ നമുക്ക് വന്നിരിക്കുന്ന ചിലവുകൾ, അതാണ് ഇത് കറണ്ട് അക്കൗണ്ടിങ് പീരീഡിലുണ്ടായ കറണ്ട് കോസ്റ്റാണ് ഇത് എക്സ്പെൻസ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ.
ദീസ് ആർ ദി ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ്. അതായത് നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കുണ്ടായ എക്സ്പെൻസസുകൾ, ഇപ്പോൾ നമ്മൾ സാലറി കൊടുക്കുന്നത്, നമ്മുടെ ഡിപ്രീസിയേഷൻ, കമ്മീഷൻ ഓൺ സെയിൽ, ഇവയൊക്കെ ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടായതാണ്. ഇതിനെയൊക്കെ എന്തെന്ന് പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. അതായത് ഇപ്പോഴത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് അപ്പിയർ ആകുന്ന ഇത്തരത്തിലുള്ള എക്സ്പെൻസസുകളാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, അല്ലേ? അപ്പോൾ അതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ ലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലോസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി കോസ്റ്റ് വിച്ച് ഹാസ് ബീൻ കൺസ്യൂംഡ് ഡ്യൂറിങ് ദി കറണ്ട് അക്കൗണ്ടിങ് പീരീഡ് ബട്ട് നോട്ട് കോൺട്രിബ്യൂട്ടഡ് എനിത്തിങ് ടു ദി റവന്യൂ. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് ഉണ്ടായ കോസ്റ്റിൻ്റെ ഒരു പോർഷനാണ് ലോസ്. പക്ഷേ ഈ ലോസിൽ നിന്ന് നമുക്ക് ഒരു റവന്യൂ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഇത് ഈ ലോസ് നമുക്ക് നഷ്ടമാണ്, അതിൽ നിന്ന് നമുക്കൊരു റവന്യൂ കിട്ടിയിട്ടില്ല. ലോസ് ഓഫ് അസറ്റ് ഡ്യൂ ടു ഫയർ. ഇപ്പം നമ്മുടെ അസറ്റ് നഷ്ടമാവുന്നത് ചിലപ്പോഴേ തീ പിടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ തെഫ്റ്റ് സംഭവിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടൊക്കെ ആയിരിക്കാം. അപ്പം ലോസ് എന്ന് പറഞ്ഞാൽ റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരുന്നതിനെയാണ് ലോസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടേമാണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചർ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഈ രണ്ട് ടേമും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആദ്യം പറയാം. ഇസ് ദി എമൗണ്ട് സ്പെൻഡ് ഫോർ അക്യൂറിങ് ആൻ അസറ്റ് ഓർ ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അസറ്റ് ഫോർ ഇൻക്രീസിങ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട്, അല്ലേ? നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം നിലനിൽക്കുന്ന അസറ്റുകളിൽ ആ അസറ്റുകളുടെ വാല്യൂ കൂട്ടുന്നതിനോ അല്ലെങ്കിൽ പുതിയൊരു അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ ഓക്കെ, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി എന്താ ഇവിടെ കൂട്ടുകയാണ്, അതിന് വേണ്ടിയിട്ടുണ്ടാവുന്ന ചിലവുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് സ്പെൻഡ് ഫോർ അക്യൂറിങ് ആൻ അസറ്റ്, അല്ലേ? നമ്മുടെ നിലവിലുള്ള അസറ്റിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് പിന്നെയും എന്താണ് അക്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നത്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. It is the amount of resources consumed for the acquisition of assets, the benefit from which is derived over a period which extends beyond the accounting year. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കിട്ടുന്ന ബെനിഫിറ്റ്, നമുക്ക് ഒരു അസറ്റ് അക്യൂർ ചെയ്താൽ അത് വർഷങ്ങളോളം നിലനിൽക്കും, നമുക്കതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, അല്ലേ? പുതിയൊരു അസറ്റ് കൊണ്ടുവന്നാൽ അത് അസറ്റല്ലേ, അത് ഫിക്സഡ് അസറ്റാണ്, അത് ഒരുപാട് കാലം നിൽക്കുമല്ലേ? നമ്മുടെ ബിസിനസ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്കുണ്ടായ ചിലവ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ചിലവ്, അല്ല, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സാണ്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ it is the expenditure for the day-to-day operations of the business such as purchase of goods, payment of salary. നമ്മുടെ ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം, അല്ലേ, മാസം ഉണ്ടാകുന്ന ചിലവുകൾ, അല്ലെങ്കിൽ ദിവസം ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുണ്ടാകുന്ന എക്സ്പെൻഡിച്ചേഴ്സാണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ സാലറി കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ് വരുന്നതാണ് ഏത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് ടേമുകൾ നോക്കി, കോസ്റ്റ് നോക്കി, എക്സ്പെൻസ് നോക്കി, ലോസ് നോക്കി, എക്സ്പെൻഡിച്ചർ നോക്കി. ഓക്കെ അല്ലേ?